ഇന്ന് ചേലപത്മത്തിലെ അതിഥി സന്ധ്യ സുബിലാണ്. ഞാൻ സന്ധ്യയെ ആദ്യമായിട്ട് കാണുന്നത് പത്മ ഹെറിറ്റേജിന് വേണ്ടി കഴിഞ്ഞ വർഷം മച്ചാട് മാമാങ്കത്തിൻ്റെ ചിത്രീകരണം നടക്കുന്ന സമയത്താണ് ഞാൻ സന്ധ്യയെ പരിചയപ്പെടുന്നത്. ഞാൻ സന്ധ്യയെ പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ പരിചയപ്പെട്ടിട്ടുള്ളത് സന്ധ്യയുടെ മകനെയാണ്, ദേവാംഗ് സുബിൽ. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡ്രോൺ സ്പെഷ്യലിസ്റ്റാണ്. ദേവാംഗ് സുബിലിൻ്റെ ഇൻസ്റ്റാ പേജിനൊക്കെ ഒരുപാട് ലൈക്കുകളും വ്യൂസും ഒക്കെ ഉള്ളതാണ്. മില്യൺ വ്യൂസൊക്കെയാണ് പല വർക്കിനും ഉള്ളത്. ദേവാംഗ് വലിയൊരു ആർട്ടിസ്റ്റാണ്. അതുപോലെ തന്നെ ദേവാങ്ങിൻ്റെ അമ്മ അതിലും വലിയൊരു ആർട്ടിസ്റ്റാണ്. ഒരു സ്വയം സംരംഭക കൂടിയാണ്. തൃശ്ശൂരും തൃപ്രയാറുമായിട്ട് ഇവർക്ക് 2 ഷോപ്പുകളുണ്ട്. ഇൻറ്റീരിയർ ഡിസൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 ഷോപ്പിൻ്റെ ഉടമ കൂടിയാണ് സന്ധ്യ സുബിൽ. വോഗ് കിച്ചൺ സ്റ്റുഡിയോ എന്നാണ് ഈ സ്ഥാപനങ്ങളുടെ പേര്. അപ്പോൾ കുറേ വർഷമായോ ഇവിടെ ഇങ്ങനെ ഈ സ്ഥാപനമൊക്കെ തുടങ്ങി? 17 വർഷമായി. 17 വർഷമായി ഫീൽഡിൽ. 17 വർഷം ഇങ്ങനെ ഫീൽഡിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും ചെറിയ കാര്യമല്ല. ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും, ഒരുപാട് അനുഭവങ്ങളുണ്ടായിരിക്കും, ഒരുപാട് പേരുകളായിട്ടുള്ള ബന്ധങ്ങളുണ്ടായിരിക്കും. അങ്ങനെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. മാത്രമല്ല സന്ധ്യ ഭംഗിയായിട്ട് ഡാൻസ് ചെയ്യും, നന്നായി ചെറുതായി ഡാൻസ് ചെയ്യും, നല്ല പോലെ ചിത്രം വരയ്ക്കും, നല്ല പോലെ എഴുതുകയും ചെയ്യും. അപ്പോൾ ഒരു 2-3 കഴിവുകൾ ഈശ്വരൻ ഒരുമിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ഒട്ടും ചെറിയ കാര്യമല്ല. ഒപ്പം ഒരു ബിസിനസ് ചെയ്യുക, ഒപ്പം ക്യാമറയും കൂടി കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അത്യാവശ്യത്തിലേറെ ക്യാമറ കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് മേഖലയിൽ തൻ്റെ പ്രവർത്തന മണ്ഡലം കുറേ സ്ഥലങ്ങളിൽ വ്യാപിച്ച് കിടക്കുകയാണ് അല്ല. അപ്പം ഇതിനൊക്കെയുള്ള സമയവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്? അത് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല ഞാൻ എങ്ങനെ ഇത്ര അധികം സമയം സ്പെൻഡ് ചെയ്യണേ എന്നുള്ളത്. അത് അങ്ങനെ വരുന്നു. കാരണം നമുക്കൊരു കാര്യത്തിനോട് നമുക്ക് ഇഷ്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം ഒരു പ്രശ്നമാവില്ല. നമുക്കൊരു സംഭവത്തിനോട് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് സമയം ഒരു പ്രശ്നമാണ്. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാടാണ് അത്. തീർച്ചയായും അത് വലിയൊരു കാര്യമാണ്. ഇഷ്ടമാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുള്ള. അത് നമുക്ക് ഒരാളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിലും പലരും പറയും നമുക്ക് സമയമില്ല എന്ന് പറയും. പക്ഷെ അല്ലെങ്കിൽ ഇഷ്ടമാണ് ആ പ്രശ്നം എന്ന് പറയുന്നത്. പ്രയോറിറ്റി സമയം സ്വാഭാവികമായിട്ട് നമ്മൾ ഒന്നിനെ ഒരു മെറ്റീരിയൽ ലൈഫായിട്ട് നമ്മൾ കാണരുത്, മെറ്റീരിയൽ ആയിട്ട് കാണരുത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ വിചാരിച്ചിട്ട് നമുക്ക് തോന്നി എല്ലാത്തിനും സമയം ഉണ്ടാവും. അത് ശരിയാണ് പറഞ്ഞത്. ഇന്ന് ഏത് സാരിയൊക്കെ പരിചയപ്പെടുത്തുന്നത്? ഒരു സാരി വരുന്നത് എൻ്റെ വെഡിങ് സാരി തന്നെയാണ് വരുന്നത്. അതെനിക്ക് ഇന്നല്ല ആർക്കും അത് സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ എൻ്റെ ഏട്ടൻ്റെ വൈഫിൻ്റെ കല്യാണ സാരി അതും സ്പെഷ്യലാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷമായി. ഏടത്തിയുടെ ആണെങ്കിൽ 30 വർഷമായിട്ടുണ്ട്. അപ്പോൾ അത്രയും പഴക്കമുള്ള സാരിയാണ്. അത് ബോംബെയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. 2ഉം കലാനികേതനിൽ നിന്നാണ്. അത് അവിടുത്തെ കലാനികേതനിൽ നിന്ന്, അതിലെ ഹാൻഡ് പിക്ഡ് കളക്ഷനിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. നല്ല മെറൂൺ നിറത്തിലുള്ള സാരിയാണ്. അതിൽ നിറയെ ഡിസൈനാണ്. ആ ഡിസൈനിൽ ഒരു രാജകുമാരി പല്ലക്കിലിരുന്നിട്ട് കല്യാണത്തിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നിറയെ ഇതിൽ നെയ്ത് വെച്ചിരിക്കുന്നത്. ശരിക്കും നമുക്ക് ഈ സാരി തുറന്നാലും നമുക്കൊരു കഥ പറയാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണത്തിൻ്റെ കഥ. കല്യാണത്തിൻ്റെ കഥയാണ് ഈ സാരിയുടെ വിഷയം. അപ്പം നമുക്ക് ഈ സാരി ഒന്ന് തുറക്കാം. സാരിയുടെ മുന്താണിയിൽ അതിസുന്ദരിയായിട്ടുള്ള ഒരു രാജകുമാരിയുടെ കല്യാണത്തിൻ്റെ കഥയാണ് ഇതിൽ നടക്കുന്നത്. രാജകുമാരി മനോഹരമായിട്ട് അണിഞ്ഞൊരുങ്ങുന്നു. ആ ഒരുങ്ങുന്നത് തോഴി കാണിച്ചു കൊടുക്കുകയാണ്. കണ്ണാടിയിൽ പ്രതിബിംബം കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് ഒരു ഭാഗം. അതിനുശേഷം പിന്നീട് വരുന്നത് അവരുടെ കല്യാണത്തിൻ്റെ ചില രംഗങ്ങളാണ്. ഈ കല്യാണം എന്ന് പറയുന്നത് കല്യാണം ഒരു കട്ടുകൊണ്ടുപോലാണോ എന്നൊരു സംശയമുണ്ട്. അതിമനോഹരമായിട്ടുള്ള രാജകൊട്ടാരത്തിൽ നിലാവുദിച്ചൊരു രാത്രിയിൽ നിറയെ കാർമേഘങ്ങളുണ്ട്, നിലാവുണ്ട്. അതിൽ മട്ടുപ്പാവിൻ്റെ മുകളിൽ നിന്നാണ് സുന്ദരിയായ രാജകുമാരി ആനപ്പുറത്തേക്ക് മേനാവിലേക്ക് രാജകുമാരനാൽ കയറ്റപ്പെടുന്ന രംഗമാണ് പിന്നെ നെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു സാരി നമ്മൾ ചേലപത്മത്തിൽ ഇതുവരെയും പരിചയപ്പെടുത്തിയിട്ടില്ല. കാരണം ഇതൊരു ക്രാഫ്റ്റ് വർക്കാണ്. ഇത് ശരിക്കും ഒരു ആർട്ട് വർക്ക് തന്നെയാണ് അല്ലേ? ഒരു ക്രാഫ്റ്റ്മാൻ്റെ വളരെ കുറേ കാലങ്ങൾ എടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു അതിഗംഭീരമായിട്ടുള്ള വർക്ക് എന്ന് പറയണം. അല്ലാതെ ഇങ്ങനൊരു കവിത ഒരു സാരിയിൽ എഴുതാനായിട്ട് സാധിക്കില്ല. ഓരോ സാരിയും ഓരോ കവിതയാണ്. പക്ഷെ ചിലത് അതിഗംഭീരമാവെന്ന് അറിയില്ല. ജീവനുള്ള സാരി എന്നൊക്കെ പറയില്ല. ജീവനുള്ള സാരി എന്ന് പറയുന്നത് അതാണ്. ഇത് നമുക്കൊന്നും
ചിത്രങ്ങളിൽ മാത്രം കാണാൻ സാധിക്കാവുന്ന ഒരു തരത്തിലുള്ള പാറ്റേൺ ആണ്. അത് നെയ്ത്തിൽ കാണുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. മാത്രമല്ല അത് ഭംഗിയായിട്ട് അല്ലേ, ഏറ്റവും മനോഹരമായിട്ട് ഇതിൽ. അതെ, സാധാരണ നമ്മൾ രാധാകൃഷ്ണൻ അങ്ങനെയൊക്കെ നമ്മൾ കുറേ പിക്ചേഴ്സിൽ കണ്ടിട്ടുണ്ട്, സാരിയിലും കണ്ടിട്ടുണ്ട് നമ്മൾ. പക്ഷെ ഇത് വേറൊരു സ്റ്റോറി ആക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതെ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആളുകളിൽ കഴിവുകൾ കുറഞ്ഞു വരികയാണെന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാരി എടുക്കാനായിട്ട് പോയിരുന്നു, വെഡിങ് സാരി തന്നെയാണ്. പക്ഷെ നമുക്ക് ഈ സാരിയൊക്കെ കണ്ടിട്ട് നമുക്ക് പോകുമ്പോൾ എത്ര വലിയ ഷോറൂം ആണെങ്കിലും നമുക്ക് ആ ഒരു ഇഷ്ടം വരില്ല. സാധാരണഗതിയിൽ മയില്, ലത, വള്ളികള്, ഇത്തരം പാറ്റേണുകളാണ്, പക്ഷികള്, കിളികള്, ഇതൊക്കെയാണ് സാധാരണ സാരിയിൽ ബനാറസിലായാലും കാഞ്ചീപുരത്തിലായാലും നമുക്ക് കാണാൻ സാധിക്കാവുന്ന സംഗതികൾ. പക്ഷെ ഇതൊക്കെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സൂക്ഷിക്കാവുന്ന സമയം കഴിഞ്ഞ് കഴിഞ്ഞ മ്യൂസിയത്തിലേക്ക് കൈമാറേണ്ട. അതിന്റെ ബോർഡേഴ്സ് ആണെങ്കിലും അതിനും ഭയങ്കര സ്പെഷ്യാലിറ്റി ഉണ്ട്. അതിലും മൾട്ടി കളർ ബോർഡേഴ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അതിൽ തന്നെ വീവിങ് കൊടുത്തിരിക്കുന്നത്. അതിലും ആ രാജകുമാരിയുടെ ഓരോ പോസാണ് കൊടുത്തിരിക്കുന്നത്. അതെ, അങ്ങനെ അതും നമുക്ക് ഭയങ്കര ഒരു വെറൈറ്റി. അതായത് രാജകുമാരി ഓരോ ദിവസം ഒരുങ്ങുന്ന ഒരു പാറ്റേൺ ആണ്. പച്ച നൂലില്, മഞ്ഞ നൂലില്, മെറൂൺ നൂലില്, അങ്ങനെ രാജകുമാരിയുടെ ഓരോ തരത്തിലുള്ള ഭാവങ്ങൾ ഓരോ ദിവസത്തെ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇതൊരു കല്യാണത്തിന് വേണ്ടി ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള സാരി തന്നെയാണ്. അതിന്റെ ഒരു ഭംഗി ഇതിൽ നല്ലപോലെ കാണുന്നുണ്ട്. ഇത് ഉടുക്കാൻ പറ്റിയ എനിക്ക് വളരെ വലിയ ഭാഗ്യം. തീർച്ചയായും വലിയ ഭാഗ്യമാണ്. എനിക്ക് അന്ന് ഇതിന്റെ വില മനസ്സിലായിരുന്നില്ല. ആക്ച്വലി ഇതിന്റെ ഒരു റിച്ച്നെസ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് കാലങ്ങൾ കഴിയും തോറും ഇതിന്റെ ഭംഗിയും കൂടി കൂടി വരുന്നത്, ഇതിന്റെ വാല്യൂയും കൂടി കൂടി വരുന്നത്. അതാണ് ചേലപ്പത്തെന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ്, അതായത് 25 വർഷമെങ്കിലും പഴക്കമുള്ള സാരികൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആ കാലഘട്ടത്തിലെ ആളുകളുടെ നെയ്ത്തിന്റെ ഒരു പാടവം അല്ലെങ്കിൽ ഡിസൈനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ തീരെ ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 18 വയസ്സിലാണ് കല്യാണം കഴിച്ചത്. അന്ന് ഈ സാരി ഫസ്റ്റ് ആയിട്ട് ഞാൻ കണ്ടപ്പോൾ ആക്ച്വലി അയ്യേ ഈ സാരി എനിക്ക് ഇങ്ങനത്തെ അല്ല, എനിക്ക് കാഞ്ചീപുരമായിരുന്നു വേണ്ടിയിരുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞതാണ്. ആക്ച്വലി ഞാനത് നിർത്തി നോക്കിയിരുന്നില്ല. ഇപ്പോഴാണ് കുറച്ച് ബുദ്ധിബോധമൊക്കെ വന്നപ്പോൾ ഞാൻ നിർത്തി നോക്കി. അതെ, കാലങ്ങളാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു വാല്യൂ മനസ്സിലാക്കി തരിക. ചില സാരികളുടെ മൂല്യം എന്താ, ചില ആർട്ട് വർക്കിന്റെ മൂല്യം എന്താ. അന്ന് നമുക്ക് പ്രായം വളരെ കുറവാണല്ലോ. ഇപ്പോഴാണല്ലോ നമ്മൾ കാര്യങ്ങളെ നോക്കി കാണുന്ന രീതിയും ഇതൊക്കെ മാറിയത്. അപ്പം എന്തായാലും ഈ സാരി കയ്യിൽ സൂക്ഷിച്ചു വെച്ചതിന്, പ്രത്യേകിച്ച് നമുക്കിത് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ തന്നെ ഞാൻ വലിയ സന്തോഷത്തിലാണ്. ഞാനും സന്തോഷം. കാരണം ഇത് വീണ്ടും ഇങ്ങനൊരു രൂപത്തിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഞാൻ വിചാരിച്ചിരുന്നില്ല. അപ്പം അതിനൊരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ സന്തോഷം തന്നെ. അപ്പോൾ മനോഹരമായിട്ടുള്ള സാരി. ഇപ്പം ഈ സാരി നിറയെ എടുത്തിട്ടുണ്ടോ? ഇല്ല, കല്യാണത്തിന് ശേഷം ഒരു പ്രാവശ്യം എടുത്തിട്ടുണ്ട്. അതൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. ആക്ച്വലി എൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതൊന്ന് റീക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആക്ച്വലി വെഡ്ഡിങ് ആയിട്ടല്ല ഞാനത് ചെയ്തത്, ഒരു രാജകുമാരിയുടെ ഒരു സ്റ്റൈലിലാണ് ചെയ്തത്. അപ്പോൾ അതിൽ ഭംഗിയായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിന് വേണ്ടിയിട്ട്. ഈ ഫോട്ടോ എടുത്തിട്ടുള്ളത് ആരാണ്? മനൂപ് ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ് എടുത്തിരിക്കുന്നത്. ആളെ ആക്ച്വലി നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് വിന്നറും കൂടിയാണ് ആളുടെ കൂടെ എൻ്റെ മകനും ഉണ്ടായിരുന്നു. അവനാണ് എല്ലാ കാര്യങ്ങളും, അതിനുവേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുത്തത് അവനാണ്. എന്നെക്കാളും കൂടുതൽ ഏറ്റവും സന്തോഷത്തിൽ ആ ഒരു ഫോട്ടോഗ്രാഫിക്ക് കാർമ്മികത്വം വഹിച്ചത് അവൻ തന്നെയാണ്. തന്നെയാണ്. തീർച്ചയായും. അത് ശരി. അപ്പോൾ ആ ചിത്രങ്ങൾ ഞങ്ങൾക്കൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതെടുത്തതിന് ശേഷമുള്ള ഫീലിംഗ് എന്തായിരുന്നു രണ്ടാമത് എടുത്തതിന് ശേഷം? ആക്ച്വലി ഞാൻ ആ സാരി എടുത്തിട്ട് അന്ന് കുറേ പേരുണ്ടായിരുന്നു ആ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് കാണാനായാലും, അല്ലെങ്കിൽ അതിനൊരു കംപ്ലീറ്റ് ഒരു ടീം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു രാജകുമാരി സ്റ്റൈലിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മനൂപ് സാർ വന്നിട്ട് കുറേ സാരികൾ ഞാൻ കൊടുത്തു. അതിൽ നിന്നാണ് സെലക്ട് ചെയ്തത് ആക്ച്വലി. അപ്പോഴാണ് ആ ഒരു വെഡ്ഡിങ് തീമിലേക്ക് നമുക്ക് വരാം, അല്ലെങ്കിൽ ആ സാരി എടുത്ത് ചെയ്യണം എന്നുള്ളത് വന്നത്. ആക്ച്വലി ആ സാരി എടുത്ത് വന്നപ്പോൾ എല്ലാവരും ഭയങ്കര ഷോക്ക്ഡായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സാരി നമുക്ക് കിട്ടില്ല, അങ്ങനെ ഒരു ഫോട്ടോഷൂട്ടിന് കിട്ടില്ല. അതിൻ്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ വളരെ വർഷം നീണ്ട കല്യാണ സാരി പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ഏത് സാരിയാണ് പരിചയപ്പെടുത്തുന്നത്? അടുത്തത് വരുന്നത് ഏട്ടൻ്റെ വൈഫിൻ്റെ വെഡ്ഡിങ് സാരിയാണ് വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാരി, ഹാൻഡ് പിക്ഡ് കളക്ഷൻ തന്നെ. മുമ്പിൽ നിന്ന് തന്നെയാണ് അതും കൊണ്ടുവന്നിട്ടുള്ളത്. 30 വർഷമായി ആ സാരിയുടെ പഴക്കം. നല്ലൊരു സാരി, നല്ല സാരിയുടെ. അപ്പോൾ നമുക്ക് ആ സാരി ഒന്ന് കാണാം. ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ സാരി അല്ലേ? യെസ്.
ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ കളറ് തന്നെയാണ്, കളർ കോമ്പിനേഷൻ. നിറയെ തത്തമ്മകളുള്ള പാറ്റേൺ ആണ്. പച്ച നിറത്തിലുള്ള തത്തമ്മ, ഓറഞ്ച് നിറത്തിലുള്ള തത്തമ്മ, ഇവരൊക്കെ ചിറകടിച്ച് പറന്ന് പോവാൻ നിൽക്കുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ഇത് എവിടെ നിന്ന് എടുത്തിട്ടുള്ളത്? ഇത് മുംബൈയിൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്നത്, കലാനികേതൻ തന്നെ. അപ്പോൾ 2 സാരികളും കലാനികേതനിൽ തന്നെയാണ്. അപ്പോൾ സാധാരണയായിട്ട് അവിടെ നിന്നാണോ സാരിയൊക്കെ എടുക്കല്? സാധാരണ അവിടെ നിന്ന് തന്നെ എടുക്കാറ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും, കേരളത്തിൽ വന്ന കലാനികേതനല്ല, അത് വേറെയാണ്. അവിടുത്തെ കളക്ഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. എന്തായാലും മനോഹരമായിട്ടുള്ള സാരി. നമുക്ക് ഇതിൻ്റെ തലപ്പൊന്ന് കാണാം, എന്താണ് എന്ന് നോക്കാം. നിറയെ ലതകളും പൂക്കളൊക്കെ ഉള്ള സ്ഥലത്താണ് കിളികളൊക്കെ ഇങ്ങനെ പാറി പറന്ന് കളിക്കുന്നത്, തത്തമ്മകൾ. പിന്നെ ചില സ്ഥലത്ത് തത്തമ്മയ്ക്ക് ബ്ലൂ കളറുണ്ട്. അത് മാത്രമല്ല, ചില സ്ഥലത്ത് കുഞ്ഞു തത്തമ്മകളും ഉണ്ട്. കൊച്ചു കിളികള് അവരുടെ മക്കളൊക്കെയാന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും കൂടിയിട്ട് നിൽക്കുന്ന രീതിയിൽ കുഞ്ഞു തത്തമ്മകള്. തത്തമ്മയുടെ തന്നെ പല പല ഡിസൈനുകൾ ചെയ്തിട്ട് അതിമനോഹരമായിട്ടുള്ള സാരി. എന്തായാലും എനിക്ക് വലിയ ഇഷ്ടമായി, 2 സാരി ഇഷ്ടമായി. ഇന്ന് ചാലപത്മത്തിൽ നമ്മൾ 2 സാരികൾ വളരെ പഴക്കളത് പരിചയപ്പെട്ടു, ഒപ്പം വലിയ ആർട്ടിസ്റ്റുകളെ പരിചയപ്പെട്ടു. താങ്ക് യു സോ മച്ച് എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന്.